ഇന്ന് കർണാടക ബന്ദ് ആയതുകൊണ്ട് തന്നെ ശിവയ്ക്ക് സ്കൂളില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ലേറ്റായിട്ടാണ് എണീറ്റത്. എന്നിട്ട് ചക്ക വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ചക്ക അട ഉണ്ടാക്കി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അതായിരുന്നു. പിന്നെ എൻ്റെ അടുക്കളയുടെ അവസ്ഥ ഇതാണ്. ഇഷ്ടംപോലെ പാത്രം കഴുകാനുണ്ട്. സാധാരണ തലേ ദിവസമാണ് പാത്രം കഴുകി വെക്കാറ്. സ്കൂളില്ലാത്തത് കാരണം അതവിടെ എടുത്തു വെച്ചു. പിന്നെ ശിവയ്ക്ക് ഇതാ രാവിലെ എണീറ്റ് ടി വി കാണുകയാണല്ലോ. ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഫുൾ ടൈം ടി വിയുടെ മുന്നിലായിരിക്കും ഉണ്ടാവുക. മാഷ ഇതൊന്ന് മാറ്റി പിടിച്ച് ഞാൻ ലെറ്റേഴ്സിൻ്റെ ഒന്ന് വെച്ച് കൊടുത്തതാണ്. പിന്നെ ഞാനും പാത്രമായിട്ടുള്ള യുദ്ധം തുടങ്ങി. അങ്ങനെ കംപ്ലീറ്റ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. പാത്രം കഴുകി അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടപ്പോഴേക്കും ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി കറിയിലേക്കുള്ളത് നോക്കണം. കറി മത്തൻ ഉണ്ട്. അപ്പോൾ മത്തൻ വെച്ചിട്ട് ഒരു എലിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ്. പിന്നെ കുറച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ചിക്കൻ വെച്ചിട്ട് ഒരു ഫ്രൈ ഉണ്ടാക്കാം. ചിക്കൻ ഫ്രൈ ആക്കാം. പിന്നെ അതേപോലെ തന്നെ ഇത് മത്തൻ വെച്ചിട്ട് ഒരു എലിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മത്തനൊക്കെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ അടിച്ചോരലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ശിവനെ കുളിക്കാൻ വിട്ടു, ഞാൻ കുളിച്ചു, ചിക്കൻ ഫ്രൈ ചെയ്തു, അതേപോലെ തന്നെ എലിശ്ശേരി ഉണ്ടാക്കി. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ ടി വിയും കാണുന്നുണ്ട്, ഫുഡ് കഴിക്കണമുണ്ട്. പിന്നെ അവളെ ഓരോ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. പല പല വിശേഷങ്ങൾ, ടി വിയിലെ വിശേഷങ്ങളാണ് മിക്കവാറും ഉണ്ടാവുക. മാഷ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടാളും കൂടെ കമ്പനി അടിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച്. പിന്നെ അവൾ ഉറങ്ങാൻ പറഞ്ഞയച്ച് ഞാൻ എൻ്റെ വർക്കിനായിട്ടിരുന്നു. ഇനിയൊരു 2-2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് അവൾ എണീക്കുള്ളൂ. അപ്പോഴേക്കും ഹോർലിക്സ് ഉണ്ടാക്കി വെച്ചാൽ എന്തെങ്കിലും സ്നാക്സ് കൊടുത്താൽ അവളിരുന്ന് കഴിച്ചോളും. ഇനി രാത്രി കിടക്കുന്നത് വരെ ഞാൻ എൻ്റെ വർക്കും കൊണ്ടിരിക്കും. പിന്നെ അവൾ അവളുടെ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.